ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ റഷ്യ ഉക്രൈൻ അതുപോലെ തന്നെ അമേരിക്ക ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പിന്നെ ഇസ്രായേൽ ലെബനാൻ ഗാസ ഇതെല്ലാം തന്നെ ഒരുമിച്ചുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ അമേരിക്കയിൽ ഒരു മിന്നൽ പ്രളയം ടെക്സസിൽ 27ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും 10-20-25 ആൾക്കാരോളം മിസ്സിംഗ് ആണ്. അതാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ. ഇപ്പോഴും ഈ കാണാതായവരെ കുറിച്ചുള്ള തിരച്ചിൽ തുടർന്ന് നടക്കുകയാണ്. You can see this house has been completely washed away by the water. Just the foundations left where I'm standing. And over here, beyond this blue-green house, through the trees is the red roof that was on this house. And we've just spoken to some relatives of people who lived in this house, who were here. And they told us that of the 5 people that were here when the water came, 2 are unaccounted for, including a young toddler. Cry because it's horrible. I mean, it's pretty bad. I'm standing 10 minutes from where we were 24 hours ago with the kids, swimming, having fun, and it's gone. He woke up to a large lightning crash and he got out of bed. He was in knee-deep water in the bedroom, and then he stepped into the yard and he was chest deep. It's very humid. There's mud all around. The house manager said, "Hey, y'all need to get out now." We're looking for my sister and her husband. We don't think they ever got out of the house. വൈറ്റ് ഹൗസിൽ ട്രംപ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കി വലിയ ജഡ്ജിനെ പോലെ ഇരുന്ന് ചുറ്റിയൊക്കെ എടുത്ത് ടേബിളിലൊക്കെ അടിച്ച് പൊട്ടിച്ച് പിന്നെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് സക്സസ്ഫുള്ളി ലോ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉക്രൈന് ആയുധം കൊടുക്കില്ല. അത് ആ ബില്ലിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റായിട്ട് നിലവിലുള്ള ഒരു കറണ്ട് ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു പോയിന്റ് വളരെ നിർണായകമായിട്ടുള്ളൊരു ചുവടുവയ്പ്പാണ്. കാരണം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച അമേരിക്ക ഏത് രീതിയിലാണ് ഉക്രൈനെ പറഞ്ഞു പറ്റിച്ച്, അതായത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ് ഉക്രൈനിലേക്ക് ഇനി ആയുധം നമ്മൾ സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. പീറ്റർ ഹെക്സത്ത് വളരെ തീർത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഉക്രൈനിലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ വന്നിട്ട് കാണിച്ചിട്ട് പോയ ആ ഒരു റബിഷ് ബിഹേവിയർ, അതുകൊണ്ട് എനിക്ക് ഉക്രൈനിലെ സെലൻസ്കിക്ക് ആയുധം കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്തിൻ്റെ നിലപാടാണത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. ട്രംപ് പറയാതെ പീറ്റർ ഹെക്സത്ത് അങ്ങനെ സ്വമേധയാ ഒരു തീരുമാനം എടുക്കാനൊന്നും വകുപ്പില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഉക്രൈനെ പിന്നിൽ നിന്നും കുത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്ക തന്നെയാണ്. അത് 100% ഉറപ്പിക്കാം. പലരും നമ്മൾ വാർത്ത പറയുമ്പോഴത്തേക്കും സെലൻസ്കിയോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ട്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ ബൈഡനോടുകൂടെ ചേർന്നിട്ട് സെലൻസ്കിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും ആയുധങ്ങളും എപ്പോഴും പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താണ് ഈ യുദ്ധം ആദ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഉക്രൈൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. അതായത് റഷ്യക്കെതിരെ എഫിഷ്യൻ്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് ഇല്ലാത്ത ഒരു ലാക്ക് ഓഫ് ട്രെയിനിങ് ഉക്രൈൻ്റെ ആർമിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എത്രത്തോളം ആയുധങ്ങൾ കൊടുത്തിട്ടും എത്രത്തോളം പൈസ കൊടുത്തിട്ടും ഉക്രൈന് റഷ്യ എടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഈ ഒരു ലാൻഡ് ക്യാപ്ചർ ചെയ്യുന്നതിൽ. കാരണം റഷ്യ വളരെ ബുദ്ധിപരമായിട്ട് ഉക്രൈൻ്റെ സ്ഥലങ്ങൾ കൈക്കലാക്കുന്ന ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ബൈഡൻ സഹായിച്ചിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം ട്രംപ് ആയുധങ്ങൾ കൊടുത്താലും ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും നടക്കുക. പിന്നെ ഉക്രൈൻ ആകെ ചെയ്യാൻ പറ്റുന്നത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അത് ആർക്കും വേണമെങ്കിലും സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആക്രമണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് മറുപടി നൽകുന്ന രീതിയിൽ അമേരിക്കയുടെ ഹെൽപ്പോട് കൂടി അമേരിക്ക ചില സഹായങ്ങളൊക്കെ ചെയ്യും. മാക്സറിൻ്റെ ചില മാപ്പുകൾ, പിന്നെ CIA ഇൻ്റലിജൻസ് സഹായങ്ങൾ, അതുപോലെ ചില കീ ഇൻഫർമേഷൻസ് ഒക്കെ അമേരിക്ക കൊടുക്കാറുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നില്ലെങ്കിലും. അമേരിക്ക ചില നിർണായകമായിട്ടുള്ള ലൊക്കേഷൻസ് കൊടുത്തിരുന്നു. ആ ലൊക്കേഷൻ അനുസരിച്ച് ഉക്രൈൻ ആക്രമണം നടത്തി.
അതായത് മോസ്കോ എയർപോർട്ടിൽ ഇന്ന് ഒരുപാട് ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തിവെക്കപ്പെട്ടു എന്നാണ് വാർത്ത. ഇന്നലെ മുതലേ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് റഷ്യയ്ക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അതിലുപരിയായിട്ട് റഷ്യയ്ക്കുള്ളിൽ 4-5 എയർപോർട്ടുകൾ ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ഓയിൽ റിഫൈനറികൾക്ക് മേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പൊതുജനങ്ങളെ, റഷ്യയിലെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻ്റ് ആയിട്ടുള്ള അറ്റാക്കുകളാണ്. അപ്പോൾ അതിനെതിരെ റഷ്യ തിരിച്ചടിക്കുമെന്നുള്ളൊരു ഭീതി ഇന്ന് ഉക്രൈൻ മൊത്തത്തിലുണ്ട്. അതായത് ഇന്നലെയും ഉണ്ട്, ഇന്നലെ രാത്രി മുതലേ അതുണ്ട്. അപ്പോൾ അത് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓവർ നൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. രാത്രി സമയത്തും ഇപ്പോൾ അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അറിയാൻ കഴിയുന്നതായിരിക്കും. എനിക്ക് എന്തിനാണ് ഉക്രൈൻ്റെ സെലൻസ്കിയോട് ഈ രീതിയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്കയുടെ സപ്പോർട്ടും പിന്തുണയോട് കൂടിയാണ് സെലൻസ്കി യുദ്ധം നയിച്ചിരുന്നത്. അപ്പം അമേരിക്കയിൽ ഭരണം മാറി, ട്രംപ് വന്നു, എന്നിട്ട് ഉക്രൈനിലെ സെലൻസ്കിക്ക് കൊടുത്തിരുന്ന എല്ലാ പിന്തുണയും പിൻവലിച്ചു. ആയുധം ഇനി സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കൊടുത്ത പൈസയ്ക്ക്, ഇതുവരെ മേടിച്ച പൈസയ്ക്ക് കണക്ക് ചോദിച്ചു. ആ പൈസ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു. അവിടെയൊക്കെ പല രീതിയിലുള്ള മിസ്മാച്ചിങ്സും പല മിസ്കമ്മ്യൂണിക്കേഷൻസും നടന്ന് അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം തകർന്ന അവസ്ഥയിലാണ്. പിന്നെ ജസ്റ്റ് ഒരു പാച്ചപ്പ്, അതായത് ഈ മിനറൽ ഡീലൊക്കെ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ചില ഗിമിക്കുകളൊക്കെ കാണിച്ച് ഉക്രൈനോടൊപ്പം ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ ചില ഉടായ്പകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ലീഡറായിട്ടുള്ള സെലൻസ്കിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഒരു രാജ്യം ഇത്രത്തോളം, അതായത് ഈ ലോകത്ത് തന്നെ സൂപ്പർ പവർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ട്രംപിനോട് ചേർന്ന് നിന്ന് ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ലീഡർഷിപ്പ് മൊത്തത്തിൽ കൺട്രോൾ എടുത്തുകൊണ്ട് റഷ്യയുമായിട്ട് ഡയറക്റ്റ് നെഗോസിയേഷൻ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ വെച്ച് ചെയ്യാമായിരുന്നല്ലോ. തുർക്കിയെ വെച്ച് ഇസ്താൻബുളിൽ നടത്തുന്നുണ്ടല്ലോ. അതുപോലെ 2-3 സിറ്റിങ്ങിൽ മീറ്റിങ്ങുകൾ നടത്തിയിട്ട് ഒരു നെഗോസിയേഷൻ ഡയറക്റ്റായിട്ട് തന്നെ നടത്തി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഇല്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ നാറ്റോയിൽ എവിടെയും പോയി മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നില്ല, ഉക്രൈൻ റഷ്യയ്ക്ക് ഒരു ത്രെട്ടായി ഒരിക്കലും മാറില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം റഷ്യയെ ചുറ്റിപ്പറ്റി വേറെ രാജ്യങ്ങളുണ്ട്, ബെലാറസ് കിടപ്പുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്കൊന്നും റഷ്യ ഇപ്പോൾ ആക്രമണമായിട്ട് അവിടെ മുന്നോട്ട് പോയിട്ടില്ല. ഉക്രൈൻ റഷ്യയ്ക്ക് ഒരു ത്രെട്ട് അല്ല എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു. അതിനെ ഈ രീതിയിൽ വലിച്ചഴച്ച് നട്ടലില്ലാത്ത രീതിയിൽ പെരുമാറി അമേരിക്കയോടൊപ്പം വീണ്ടും പോയി കാലിൽ വീണ് തൊഴുത് താണ് കേണ് ഇപ്പോഴും ആയുധം തരൂ, പൈസ തരൂ, ബില്യൺ കണക്കിൽ പൈസ തരൂ എന്നൊക്കെ ചോദിച്ച് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് റഷ്യ കയറി പിടിക്കാനുള്ള അവസരം ഒരുക്കിയ ആളാണ് സെലൻസ്കി. ഒരു പരിധിവരെ എനിക്ക് ഈ സെലൻസ്കി പുടിൻ്റെ സ്പൈ ആണോ എന്ന് വരെ നമുക്ക് ഡൗട്ടുണ്ട്. അല്ലാതെ ഉക്രൈനിലെ സെലൻസ്കി ഉക്രൈനു വേണ്ടിയിട്ട് യുദ്ധം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉക്രൈനിലെ സെലൻസ്കി റഷ്യയുടെ പുടിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉക്രൈനിലെ സ്ഥലം അങ്ങോട്ട് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ബാക്ക് അടിച്ച് ആ മൊമെന്റിൽ ഈ യുദ്ധം നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഉക്രൈനിലെ സെലൻസ്കിയോട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ചിന്താഗതിയുള്ളത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ അതിപ്പോൾ നിലവിലുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പരാതിയൊക്കെ കൊടുത്ത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുകൾക്ക് നമ്മൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ സ്പെയർ പാർട്സുകൾക്ക് നമ്മൾ 34% താരിഫ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 34% തന്നെ അമേരിക്കയ്ക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്പർ 1. അതിലുപരിയായിട്ടാണ് പിന്നെ അഗ്രികൾച്ചർ മേഖലയിലൊക്കെ അവർ നമ്മുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ വീണ്ടും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ബ്ലാക്ക് റോക്ക് സംഘടന ഉക്രൈൻ്റെ ഉള്ളിൽ അഗ്രികൾച്ചർ മേഖലയിൽ എസ്പെഷ്യലി വീറ്റ് പ്രൊഡക്ഷൻ, കോൺ പ്രൊഡക്ഷൻ ഇതിലൊക്കെ ആയിട്ട് 50 മില്യൺ വർത്ത് വരുന്ന ഡീലാണ് സ്വന്തമാക്കിയിരുന്നത്. ഇതിൽ ഒരുപാട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഈ ബ്ലാക്ക് റോക്ക് സംഘടനയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൽ, ഈ പ്രോജക്റ്റിൽ. അതായത് 1 ഇയറിൽ യുദ്ധം തീരും, 1 വർഷത്തിൽ യുദ്ധം തീരും, 2 വർഷത്തിൽ യുദ്ധം തീരും, 3 വർഷത്തിൽ തീരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം തീർന്ന പാടില്ല. അതുകൊണ്ട് ഇത് ബ്ലാക്ക് റോക്ക് സംഘടനയ്ക്ക് വളരെ ക്ഷീണം ചെയ്യുന്ന പരിപാടിയാണ്. അവർ നല്ല രീതിയിൽ ട്രംപിനെ പ്രഷർ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധമൊന്നും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളും വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും പ്രഷർ ഇട്ട് നോക്കുന്നുണ്ട്. ട്രംപിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ല. ഈ നടക്കാത്ത പക്ഷത്തിൽ ഇപ്പം നിലവിൽ സംഭവം വെച്ചാൽ ബ്ലാക്ക് റോക്ക് സംഘടന അതിലെ ഇൻവെസ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോജക്റ്റിൽ നിന്നും പുറത്താവുകയാണ്, എക്സിറ്റ് അടിക്കുകയാണ്. ഇത് ബ്ലാക്ക് റോക്ക് സംഘടനയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം, ക്ഷീണം ചെറുതല്ല. കമ്പനി ബ്ലാക്ക് റോക്ക് സംഘടന വലിയ സംഘടനയാണ്, പക്ഷേ ഇത് ചെറിയൊരു ഡോട്ടാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ എന്നാലും ഒരു പ്രോജക്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇത് വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതും അഗ്രികൾച്ചർ മേഖലയിൽ. ആ പ്രോജക്റ്റ് ഇപ്പം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഉക്രൈനിൽ നിന്നാണ് യൂറോപ്പ് 70 മുതൽ 80% വീറ്റും അതേപോലെ
ഷുഗറും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ കൊട്ടേഷൻ, അതായത് ന്യൂ എസ്റ്റിമേറ്റ്, അതായത് ഇനിയും ചീപ്പായിട്ടുള്ള പ്രൈസിനെ ഇനി ഉക്രൈനിൽ നിന്നും യൂറോപ്പ് ഈ സാധനങ്ങൾ ഉക്രൈനിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉക്രൈനിലാണെങ്കിൽ യൂറോപ്പ് എന്നുള്ളൊരു സോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരം മുതലാക്കി യൂറോപ്പ്, അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വീറ്റും ഷുഗറും തന്നാൽ മതി, എന്നാലേ എടുക്കുന്നുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരൊക്കെയാണ് ഉക്രൈനെ പ്രോത്സാഹിപ്പിക്കുന്നത്. റഷ്യക്കെതിരെ അങ്ങ് ചെറുത്ത് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് ഉക്രൈനെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ സ്വന്തം കാര്യത്തിൽ പല രീതിയിലുള്ള നെഗോസിയേഷൻ നടത്തി പഞ്ചസാരയും മാവും വരെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ചീപ്പ് പ്രൈസിന് നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റഷ്യ യൂറോപ്പിൽ നിന്നാണ് അവരുടെ ഫ്ലൈറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും യൂറോപ്പിൽ നിന്നും. പക്ഷേ ഇപ്പം നിലവിൽ യൂറോപ്പ് ഇവരുടെ സ്പെയർ പാർട്സുകളൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് സാങ്ഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പ് അവരുടെ ഒരു രാജ്യങ്ങളിൽ നിന്നും റഷ്യക്ക് സ്പെയർ പാർട്സുകളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് റഷ്യയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ വീഴ്ചയുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ താരതമ്യേന അവർക്ക് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അവർ മാക്സിമം അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ നല്ല രീതിയിലുള്ള ഒരു എക്കോണമി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ രീതിയിലുള്ള സ്പെയർ പാർട്സുകൾ അവർക്ക് യൂറോപ്പിലില്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കെ യൂറോപ്പ് ശരിക്കും വറി ചെയ്യേണ്ട ആവശ്യമില്ല. യൂറോപ്പിൻ്റെ അവസ്ഥയാണ് ഏറ്റവും ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കെതിരെ പല രീതിയിലുള്ള സാങ്ഷൻസ് അമേരിക്ക കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ റഷ്യ പല രീതിയിലുള്ള തിരിച്ചടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഈ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല അമേരിക്കയുടെ ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഒപെക് പ്ലസ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒപെക് പ്ലസ് മീറ്റിങ്ങിൽ ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് പാർട്ട്നേഴ്സാണ്. അതിലും അഡീഷണൽ മെമ്പേഴ്സ്, റഷ്യ ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. അതാണ് ഒപെക് പ്ലസ് എന്ന് പറയുന്നത്. ഈ ഒപെക് പ്ലസ് മീറ്റിങ്ങിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഇത്രയും നാളും 4,11,000 മില്യൺ ബാരൽ പെർ ഡേ ആണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് 5,50,000 മില്യൺ ബാരൽസ് പെർ ഡേ ആയിട്ട് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? വീണ്ടും എണ്ണയുടെ വില കുറയും. അപ്പോൾ ഇനിയും ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഒരു $10 കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതായിരിക്കും ഓയിൽ ഇൻഡസ്ട്രിയിൽ. ഇതൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പണിയാണ്, റഷ്യ തിരിച്ച് നൈസിന് കൊടുക്കുന്ന പണിയാണ്. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, അമേരിക്കയാണെങ്കിൽ സോയാബീൻ, കോൺ, വീറ്റ്, റൈസ് ഇതെല്ലാം തന്നെ മാസീവായിട്ടുള്ള മാനുഫാക്ചറാണ് അമേരിക്ക. ആ രീതിയിൽ അവർ ജനറ്റിക്കലി മോഡിഫൈഡ് ആക്കി നല്ല രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് മാസ് പ്രൊഡക്ഷൻ നടത്തി. അങ്ങനെ ഈ പന്നി ഫാമിൽ മൊത്തം തീറ്റയ്ക്ക് കൊടുക്കുന്നത് ഈ സോയാബീനാണ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ സോയ ചങ്ക്സ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സോയാബീൻ ഇറക്കുമതി ചെയ്ത് അതിനുള്ള ബൈ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് സോയ ചങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ചൈന ഇപ്പോൾ ഈ പണി നിർത്തിയിട്ട് ചൈന ഇപ്പോൾ ആഫ്രിക്കൻ റീജിയനിലും, അതായത് ബ്രസീലിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റ് സൊല്യൂഷനായിട്ട് അവർ കണ്ടെത്തി കാര്യങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് മാസീവായിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയ പലരിടത്തും അമേരിക്ക ട്രൈ ചെയ്യാണ്. എങ്കിൽ സോയാബീൻ മേടിക്കൂ, അരി മേടിക്കൂ, ഗോതമ്പ് മേടിക്കൂ, കോൺ മേടിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവസാനം ഇന്ത്യ ഈ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയ സമയത്ത് ഇന്ത്യയുടെ തലയിലും ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും റഷ്യക്കെതിരെ സാങ്ഷൻ കൊടുക്കുന്നു, ഇറാനെതിരെ സാങ്ഷൻ കൊടുക്കുന്നു, ചൈനയ്ക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആരുടെ എക്കോണമിയാണ് തകർന്നത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ എക്കോണമിയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു രീതിയിലുള്ള പോംവഴിയും കാണാൻ കഴിയാത്ത ഈ ട്രംപിൻ്റെ ഭരണകൂടം ഇന്ത്യക്കുള്ള ട്രേഡ് ഡെഫിസിറ്റാണ് ഏറ്റവും വലിയ സുപ്രധാന കാര്യമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിരോധാഭാസമുണ്ടല്ലോ, ഇതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ മറ്റു മാർഗങ്ങളിലൂടെ നഷ്ടപ്പെടുന്ന പൈസയുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഉണ്ടാകുന്ന ട്രേഡ് ഡെഫിസിറ്റ് ഒരു വിഷയമേ അല്ല. കാരണം ഇന്ത്യ അത്രമാത്രം അമേരിക്കയ്ക്ക് ഉള്ളിൽ റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, സ്റ്റുഡൻസുകൾ പോയി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഗൂഗിൾ പോലത്തെ കമ്പനികൾക്ക് എത്രമാത്രം അഡ്വർടൈസ്മെൻ്റ് ആണ്, പരസ്യങ്ങളാണ് പോയി ചേരുന്നത്. അപ്പോൾ ഇതുപോലെ പല രീതിയിലുള്ള പല മാർഗങ്ങളിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു നേട്ടം തന്നെയാണ്, ഒരിക്കലും ഒരു കോട്ടമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങ് ഡീപ്പായിട്ട് പോകുന്നില്ല. എന്തായാലും അമേരിക്ക ഇന്ത്യയുടെ വഴിക്ക് വരും, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ ഈസ് നോട്ട് എ റോങ് പൊസിഷൻ. ഇന്ത്യയുടെ പൊസിഷൻ വളരെ വളരെ റൈറ്റ് ആണ്, വളരെ കറക്റ്റുമാണ്. പ്രിസൈസ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിലത് തിരിച്ചറിഞ്ഞിട്ട് അമേരിക്ക വരട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അസർബൈജാനും വേറൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾ റഷ്യക്കെതിരെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അർമേനിയയുടെ ഉള്ളിൽ കുറേ റഷ്യൻ കമ്പനികളെയൊക്കെ സീസ് ചെയ്ത് അതിൻ്റെ ഫണ്ടൊക്കെ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
റഷ്യ അർമേനിയക്കെതിരെ പല സ്റ്റേറ്റ്മെന്റുകളും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അസർബൈജാനും അർമേനിയയും തമ്മിൽ ഓൾറെഡി തന്നെ ഉള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അർമേനിയയ്ക്ക് ആയുധം കൊടുക്കുന്നത് ഇന്ത്യയാണ്. അർമേനിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സാധനങ്ങൾ മേടിച്ച ഫസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർമേനിയയ്ക്ക് അകമഴിഞ്ഞ് പല കാര്യങ്ങളും ആകാശ് മിസൈൽ വരെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അഥവാ അർമേനിയയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിലൊരു ക്ലാഷ് ഉണ്ടാവുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ആ രീതിയിലുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ ഇന്ത്യക്ക് അർമേനിയയ്ക്ക് ആയുധം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് സാഹചര്യം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്തായാലും ഇത് വളരെ രസകരമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പങ്കുവച്ചത്. അങ്ങനെ പെട്ടെന്ന് യുദ്ധമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ റഷ്യയും അർമേനിയയും ഒരു ഡയലോഗ് ക്ലാഷ് നടക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറഞ്ഞത്. കാരണം അപ്പുറത്തെ സൈഡ് റഷ്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡയലോഗ് ക്ലാഷ് ഏത് നേരത്തും ഒരു ആക്രമണത്തിലേക്ക് മാറാം. കാരണം അവർ ഓൾറെഡി തന്നെ ഉക്രൈനുമായിട്ടൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡ്രോൺ ബൈ മിസ്റ്റേക്കൻലി അർമേനിയയിൽ വന്ന് വീണാലും തീരാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ നേരെ അതിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ 3 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ലെബനാന്റെ ഉള്ളിൽ തുടരെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് സദൻ ലെബനാനിൽ. ഇസ്രായേലിന് സദൻ ലെബനാൻ ഭാഗത്ത് ഒരു നോട്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് USNOI ലെബനാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെബനാനെ ഞങ്ങളൊരു സ്വിറ്റ്സർലാൻഡ് ആയിട്ട് മാറ്റാൻ പോവുകയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ ആൾക്കാരെ ഒന്ന് ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സൗത്ത് ലെബനാൻ ഭാഗത്ത് കുറച്ച് സ്ഥലം കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനൊരു വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. ഹെസ്ബുള്ള ടീമിൽപ്പെട്ട ആൾക്കാർ ഇന്നലെ ബെയ്റൂത്ത് നഗരത്തിൽ അവരുടെ ഒരു ചെറിയൊരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. തോക്കൊക്കെ പിടിച്ച് അവരുടെ നിരന്തരം നടത്തുന്ന ശൈലിയിലുള്ള ഒരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഷോ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കുറച്ചുകൂടെ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ട്. അതായത് ലെബനാനിൽ നിന്നും ഹിസ്ബുള്ളക്കൾ ഇസ്രായേലിന്റെ മേൽ ഒരു ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കൂടിയുണ്ട്. അപ്പോൾ ആ ഡൗട്ട് വന്നതോടുകൂടിയാണ് എവിടെയൊക്കെ ഹിസ്ബുള്ളക്കളുടെ താവളമായിട്ട് കരുതുന്ന സ്ഥലങ്ങൾ, എവിടെയൊക്കെ ആയുധങ്ങൾ ഹിസ്ബുള്ള സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്, അതായത് പോസിബിൾ ത്രെട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ലെബനന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ USNOI സിറിയയെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. UK ഫോറിൻ മിനിസ്റ്റർ ലാമി ഇന്ന് സിറിയ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റാം, ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, നല്ലൊരു ടൈപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വളരെ പ്രോത്സാഹനമായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും തീവ്രവാദികളാണ്, അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അങ്ങനെ തീവ്രവാദി ഒരു സുപ്രഭാതത്തിൽ രാജ്യം ഭരിക്കേണ്ട കസേരയും കിട്ടി അടിപൊളിയായിട്ടിരുന്ന് രാജ്യം ഭരിക്കുന്നു. സാങ്ഷൻസ് എല്ലാം മാറ്റി വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. പഴയ സിറിയ എന്നുള്ളൊരു പ്രതാപത്തിലേക്ക് മടങ്ങി വരുമോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവിടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ മാക്സിമം അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആരോമാർക്ക് കാണിക്കുന്ന സ്ഥലമാണ് ഗോലാൻ ഹൈറ്റ്സ്. ഈ ഗോലാൻ ഹൈറ്റ്സ് ഓൾറെഡി തന്നെ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിന് തൊട്ടപ്പുറത്ത് ഹെർമോൺ മലനിരകൾ ഓൾറെഡി തന്നെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് താഴോട്ട് കൊനെഡ്ര വരെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം ഇസ്രായേലിന്റെ കസ്റ്റഡിയിലാണ്. അതിൻ്റെ അപ്പുറത്താണ് UN ആ ഒരു ബോർഡർ ഉള്ളത്, UN ഒരു ബഫർ സോൺ ഉള്ളത്. അതിനും അപ്പുറം ഈ ഹാലിയ എന്ന് പറഞ്ഞ സ്ഥലം, ഈ ആരോമാർക്കിൽ കാണിക്കുന്ന ഈ ഹാലിയ എന്ന് പറഞ്ഞ സ്ഥലം, ഈ സ്ഥലം വരെ പുതിയതായിട്ട് IDF അവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ മൊത്തം ഇസ്രായേൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ IDF കുറച്ചുകൂടെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് കുറച്ചുകൂടെ മാക്സിമം എത്രത്തോളം സ്ഥലം കയറി പിടിക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചിട്ട് പിന്നീട് നെഗോസിയേഷൻ ആവാം എന്നുള്ള നിലയിലാണ്. അതായത് നെഗോസിയേഷന് മുമ്പായിട്ട് തന്നെ മാക്സിമം സ്ഥലം കൈക്കലാക്കുക, അതാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശം. അപ്പോൾ IDF കുറച്ചുകൂടെ കൂടുതൽ സ്ഥലം ഇപ്പം അഗ്രസീവായിട്ട് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ നെഗോസിയേഷൻ്റെ സമയത്ത് ആ കയറി പിടിച്ച സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള എൻറ്റയർ സ്ഥലങ്ങൾ ഇസ്രായേൽ സ്വന്തമായിട്ട് മാപ്പിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് സിറിയയിലെ HTS ഭരണകൂടത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണം, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇസ്രായേലിനാവാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നത്. അപ്പോൾ ഈ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞതിലാണ് ഈ അധികം കയറി പിടിക്കാനുള്ളൊരു തീരുമാനം IDF എടുത്തത്. കുറച്ച് സ്ഥലങ്ങൾ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കയറി പിടിച്ചിട്ട് ആ സ്ഥലങ്ങൾ വേണമെങ്കിൽ വിട്ടുകൊടുക്കാം എന്നുള്ള നിലയിലായിരിക്കാം IDF തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തികച്ചും ആക്രമണങ്ങൾ തുടരുകയാണ്. അവിടെ തുടരത്തിൽ ഒരുപാട് ഫൂട്ടേജസ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാതെ. അപ്പോൾ ആ രീതിയിൽ ആയത്തുൽ ഖമനേയി ഇതുവരെ, അതായത് ഈ ഒരു ജൂൺ 13 ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ആയത്തുൽ ഖമനേയി ഇതുവരെ ഫ്രൈഡേ പ്രെയർ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടില്ല പുറത്ത്. ആകെ പുറത്ത് വിട്ടത് 2 വീഡിയോസ്, ജസ്റ്റ് 2 വീഡിയോസ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ ക്ഷീണിതനായിട്ടാണ് ആ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഫ്രൈഡേ പ്രയറിനോ ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാനോ ഇതുവരെ ആയത്തുൽ ഖമനേയി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതാണ് പൊതുവിൽ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത. ഇതിനെ ചുറ്റിപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ അമേരിക്കയിലുള്ള പല മാധ്യമങ്ങളും ആയത്തുൽ ഖമനേയുടെ ഈ ഒരു ആബ്സെൻസിനെ കുറിച്ച് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇറാന്റെ ഭരണകൂടത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ അടിച്ചിറക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും ഖമനേയിയെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് ഈ ഒരു വാർത്താ മാധ്യമങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അവർ അതിൻ്റെ പണി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മൊസാദിൻ്റെ ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാവാം എന്നുള്ള പേടിയിൽ ഭീതിയിൽ ആയത്തുൽ ഖമനേയി പുറത്തു വരാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും മാളത്തിനുള്ളിലാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇസ്രായേലിനെയും മൊസാദിനെയും കുറിച്ചുള്ള ഒരു പാരനോയയിലാണ് ആയത്തുൽ ഖമനേയി എന്നാണ് വാർത്തകൾ വരുന്നത്. പാരനോയിൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത ആളിനെ പുറത്ത് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. പുറത്ത് കൊണ്ടുവന്നാൽ അതിന് പേടി മാറണ്ടേ? പേടി മാറിയാലേ പുറത്തു വരാൻ പറ്റൂ. മൊസാദിനെ പേടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും ആരാണ് മൊസാദ് IRGCയിൽ നിന്നുള്ള ആ ഒരു ഡൗട്ടാണ് ഇപ്പോൾ ഖമനേയിക്ക് തന്നെ ഉള്ളത്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വീണ്ടും ഒരു ഷോക്ക്. ഇപ്പം ഞാൻ ഇവിടെ വെക്കുന്ന ചാർട്ട് നിങ്ങൾ കണ്ടോ? ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 1978 മുതൽ 2020 വരെ പല രീതിയിലുള്ള 2020 ഇപ്പം നിലവിൽ 2025 ആയിക്കോട്ടെ, ഒരു രീതിയിലുള്ള ഓയിൽ സപ്ലൈയുടെ കുറവും ഇറാൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടിട്ടില്ല. അവരുടെ പ്രൊഡക്ഷനും അവരുടെ സപ്ലൈയും വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പറയുന്നത് അമേരിക്ക ഏത് രീതിയിലുള്ള സാങ്ഷൻ ഇട്ടാലും, എത്ര കഠിനമായ രീതിയിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നാലും ഇറാൻ അവരുടെ എണ്ണ കൃത്യമായി വിറ്റുകൊണ്ട് തന്നെ ഇരിക്കും. അമേരിക്ക പല രീതിയിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നു. ചൈന എണ്ണ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൈനയാണ് പ്രധാനമായിട്ടും ഇറാൻ്റെ ഓയിൽ മേടിക്കുന്നത്. ഇന്ത്യയും മേടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എണ്ണ മേടിച്ചിട്ടുണ്ട് ഇറാൻ്റെ പക്കൽ നിന്ന്. അപ്പം ഈ അതായത് ഇറാൻ്റെയും ഇന്ത്യയുടെയും കോൺട്രിബ്യൂഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ എണ്ണ മേടിക്കുന്നതിൽ. ഈവൻ 2020 പോലും 5.5 മില്യൺ ബാരൽ പെർ ഡേ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അവർ വിറ്റഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോഴും അവർ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ എണ്ണ വിൽക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ 2-3 ഓയിൽ റിഫൈനറികൾക്കൊക്കെ ഇസ്രായേൽ തീയിട്ട് നശിപ്പിച്ചതുകൊണ്ടും പൊട്ടിത്തെറിപ്പിച്ചതുകൊണ്ടും ഇപ്പോൾ 1.4 ബില്യൺ ബാരൽ പെർ ഡേ അവർക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ആ രീതിയിൽ ഇന്റർണലി അവർക്ക്, ആ രീതിയിൽ ഡൊമസ്റ്റിക്കലി അവർക്ക് എനർജി നീഡിന് വേണ്ടിയിട്ട് ഈ ഓയിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും അവർക്ക് കുറച്ചുകൂടെ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇറാൻ 20 J-20 ഫൈറ്റർ ജെറ്റുകൾ ചൈനയുടെ ഉള്ളിൽ നിന്നും മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചൈന കംപ്ലീറ്റ് സ്പെയർ പാർട്സുകളും കൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അസംബിൾ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ നെക്സ്റ്റ് ലെവൽ ഡീലും കൂടി നടക്കുന്നുണ്ട്. 40 J-10 ഫൈറ്റർ ജെറ്റ്, 40 J-10C കാറ്റഗറി ഫൈറ്റർ ജെറ്റ് ഓൾറെഡി തന്നെ ചൈന ഇറാൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ സംഭവം ചൈന ഇറാൻ്റെ ഉള്ളിൽ ഈ ഐറ്റം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമഗ്രമായ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.